ഹലോ, വെൽക്കം ബാക്ക്. എയർ ഫ്രയർ റെസിപ്പിയാണ് കാണിക്കുന്നത്. മുമ്പ് പാർട്ട് 3 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. പാർട്ട് 4 ആണ് കാണിക്കുന്നത്. മുമ്പ് ചെയ്ത വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടേനു. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് 3 റെസിപ്പീസാണ്. ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്, അയല മീനാണ് ഞാനിതിൽ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു കപ്പിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയുണ്ട്. മുട്ടയൊന്നും ചേർക്കാതെ നമുക്കൊരു മഗ് കേക്കായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി. അങ്ങനെ 3 റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. 3 റെസിപ്പീൻ്റെയും ടൈമും ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ചില എയർ ഫ്രയറിൽ ചില മാറ്റങ്ങളുണ്ടാവും, എന്നാലും ഏകദേശമൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും ടൈമും ടെമ്പറേച്ചറും. ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മീനിലേക്ക് 1/4 ടീസ്പൂൺ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല നാടൻ രീതിയിലായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയില്ലേ, നമ്മുടെ പത്തിരിപ്പൊടി അതെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫിഷിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഫിഷിൽ മസാല റെഡിയാക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എയർ ഫ്രയറിൽ ഫിഷ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കണം. അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര സ്മെല്ലുണ്ടാവും, ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഫ്രഷ് മീനല്ലെങ്കിൽ ഒരിക്കലും എയർ ഫ്രയറിൽ ആക്കാത്തതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതാ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് മുഴുവനായിട്ടും എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അയലയാണ് എടുത്തിട്ടുള്ളത്. ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. ഞാൻ അത് എടുത്തിട്ടുണ്ട്. അതിൽ സിംഗിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ടെമ്പറേച്ചർ വരുന്നത് 190 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ 10 മിനിറ്റാണ് ഫിഷിൻ്റെത് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയതുപോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഇത് അരിപ്പൊടി ചേർത്തത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവാൻ. അപ്പോൾ ഞാനിങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഞാൻ അപ്പുറത്തെ സൈഡിലൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയർ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റൂടെ ബാക്കിയുള്ളപ്പോഴാണ് എനിക്ക് ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. ഇതാ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാനും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓയിൽ പൊരിച്ചതിൻ്റെ 100% ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ എയർ ഫ്രയർ. അപ്പോൾ ഇതുവരെ ഫിഷ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിഷിൻ്റെയും പിന്നെ ചെമ്മീൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നല്ല ഫ്രഷ് മീനല്ലെങ്കിൽ നിങ്ങൾ എയർ ഫ്രയറിൽ ഫിഷ് ഉണ്ടാക്കാൻ ഞാൻ പറയൂല. കാരണം ഭയങ്കര നമുക്ക് ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടാവില്ല കേട്ടോ. ഒരു ഉണക്ക മീനൊക്കെ ടേസ്റ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് വേണം എയർ ഫ്രയറിൽ ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രില്ലായിട്ടും ഇതേപോലെ നാടൻ രീതിയിലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ മഗ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ലൊരു ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചായയും കോഫിയൊക്കെ കുടിക്കുന്ന സെറാമിക്കിൻ്റെ മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ പിടിയുള്ള സെറാമിക് മഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ചും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മെൽറ്റഡ് ബട്ടർ ഉണ്ടെങ്കിൽ അതൊരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി.
ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആ ഒരു ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ചോക്ലേറ്റ് ഓപ്ഷനിലാണ്. അതിന് മുകളിൽ ഞാനൊരു ചോക്ലേറ്റിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ കപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്രീ ഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്കായിട്ട് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ കപ്പ് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ആ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും കിട്ടാറുണ്ട് ആ ഒരു ടൈമിലും ടെമ്പറേച്ചറിലും. അടുത്തതായിട്ട് ബ്രെഡ് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാളയും ക്യാപ്സിക്കും ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹോട്ട് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മയോണൈസോ പിന്നെ അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സോസുകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോട്ട് ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബാസ്ക്കറ്റിൽ ഞാൻ എയർ ഫ്രയർ ലൈനർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ബ്രെഡ് വെച്ചെടുക്കുന്നത്. അപ്പം ഇത് പേപ്പർ പ്ലേറ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ. ഇത് എയർ ഫ്രയർ ലൈനറാണ്, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസല്ല ചീസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ മൊസല്ല ചീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്ലൈസ് ചീസ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി എയർ ഫ്രയറിൽ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ 190 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്ര മൊരിഞ്ഞ പോലെ വേണ്ടെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. ചീസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ മൊസല്ല ചീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്ലൈസ് ചീസ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഇഷ്ടമാവും. പിന്നെ വീറ്റ് ബ്രെഡൊക്കെ എടുക്കുന്നതെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാർട്ട് 5 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.